ആവശ്യപ്പെട്ട മൂന്നാമത്തെ സീറ്റ് കോൺഗ്രസ് നൽകില്ല എങ്കിൽ വേണ്ട രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം അതും കോൺഗ്രസ് നൽകില്ല. അപ്പോൾ പിന്നെ UDFിലെ മുഖ്യ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും? മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? പാർലമെന്റിൽ മൂന്നാം മുന്നണിക്കൊപ്പം എന്ന നിലപാടെടുക്കുമോ? എങ്കിൽ സധൈര്യം AKG സെന്ററിലേക്ക് വന്നുകൊള്ളുക. ലീഗിന് മുന്നിലെ ഏക ഓപ്ഷനാണിത്. ഈ അവസരത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കപ്പലാണ് ഇപ്പോൾ കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ പതനവും നോക്കിയിരുന്നാൽ ലീഗിന് മുകളിൽ ഇരുട്ട് വീഴാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. ലീഗിന് മുന്നിലുള്ളത് ഒരേ ഒരു ഓപ്ഷൻ, ഇടത് മുന്നണിക്കൊപ്പം ചേരുക. അവർ വർഗീയ കക്ഷിയാണെന്ന് ആരും ഒരിക്കലും പറയില്ല, ലീഗും പറയില്ല. പിന്നെ വ്യത്യാസം ലീഗിൻ്റെത് വലത് നിലപാടും CPMൻ്റെത് ഇടത് നിലപാടും എന്നതാണ്. ഇപ്പോൾ UDFിലുള്ള RSP അടക്കം ഇടത് ലൈനിലല്ലേ പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പാർട്ടി എന്ന നിലയ്ക്ക് മുസ്ലിം ലീഗിനും അർഹമായ പ്രാതിനിധ്യം തന്നെ ലഭിക്കും. അതുറപ്പാണ് ഇടതു മുന്നണിയിൽ. ഇത് വെറുതെ പറയുന്നതല്ല, കോൺഗ്രസിനോട് ഇഴഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗിന് മുന്നിലുള്ള പോംവഴിയാണ്. അടിയന്തരമായി ലീഗ് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ BJPയുടെ കുതിച്ചുകയറ്റത്തിൽ ലീഗിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതായേക്കാം. ലീഗിന് ലീഗായി തന്നെ കേരളത്തിൽ തുടരണമെങ്കിൽ, മതേതര സ്വഭാവം നിലനിർത്തണമെങ്കിൽ അതിന് ലീഗ് തന്നെ വിചാരിക്കണം, പെട്ടെന്നൊരു തീരുമാനം എടുക്കണം, വിവേകപൂർവമായ തീരുമാനം. അല്ലെങ്കിൽ ഇനിയുള്ള കാലവും കോൺഗ്രസ് പറയുന്നതും കേട്ട് ഉള്ള പാർലമെന്റ് നിയമസഭാ സീറ്റുകൾ തൃപ്തിപ്പെട്ട് ലീഗിന് ശിഷ്ടകാലവും തുടരേണ്ടി വരും. ആദ്യം ലീഗ് UDFിനോട് ചോദിച്ചത് മൂന്നാം പാർലമെന്റ് സീറ്റ്. അത് ലീഗിന് അവകാശപ്പെട്ടതും നേരത്തെ മുന്നണിക്കുള്ളിലെ ചർച്ചകളിൽ പറഞ്ഞു വച്ചിരുന്നതുമാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ച് ഉത്തരേന്ത്യയിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്ത വന്നത്. ലീഗിന് പൊതുവെ വോട്ടുള്ള മണ്ഡലമാണ് വയനാട്. നല്ലൊരു ചായ്വുമുണ്ട്. അവിടെ ഒരു കൈനോക്കിയാൽ തങ്ങൾ നിശ്ചയമായും വിജയിക്കുമെന്ന ഉറപ്പ് ലീഗിനുണ്ട്. അതുകൊണ്ടാണ് ലീഗ് വയനാട് തന്നെ ചോദിച്ചത്. പക്ഷേ കോൺഗ്രസ് കൊടുത്തില്ല. മൂന്നാം സീറ്റ് അവകാശവാദത്തിൽ ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്ന കണക്ക് കൂട്ടലായിരുന്ന കോൺഗ്രസ് ആകട്ടെ പിന്നോട്ടില്ല എന്ന് ലീഗ് തീരുമാനിച്ചതോടെ വിഷമാവസ്ഥയിലുമായി. ഇതോടെ UDFിന്റെ സീറ്റ് വിഭജനം ആഴ്ചകളായി കീറാമുട്ടിയെ തുടരുന്നു. ഞങ്ങൾ കാത്തിരിക്കാമെന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം കോൺഗ്രസിനോട് പറയുന്നത്. എന്നാൽ സാവകാശം വേണമെന്നും തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുമാണ് VD സതീശൻ ആവർത്തിച്ച് ലീഗിനെ അറിയിക്കുന്നത്. ഫലത്തിൽ ലീഗിന് മൂന്നാം സീറ്റും കിട്ടില്ല, രാജ്യസഭാ സീറ്റും കിട്ടില്ല. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉള്ള സീറ്റുകളിലും കുറവ് വന്നേക്കാം. അതാണ് ഇപ്പോഴത്തെ പോക്ക്. അതാണ് ലീഗിനോട് കോൺഗ്രസിന് ഇപ്പോഴുള്ള നിലപാട്. കാരണം അസ്തമിക്കാൻ പോകുന്ന കോൺഗ്രസിന് പിന്നെ ഒന്നിനോടും മമത തോന്നില്ല. ദയാവധം കാത്തുകിടക്കുന്ന ഒരു രോഗിയുടെ അവസ്ഥയിൽ കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിലവിലെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ലീഗിന്റെ രണ്ട് അവകാശവാദങ്ങൾക്കും വഴങ്ങാൻ കോൺഗ്രസ് തയ്യാറുമല്ല. സംസ്ഥാനത്ത് കോൺഗ്രസിനുള്ളത് 20 MLA-മാർ, ലീഗിന് നിയമസഭയിൽ 15 പേർ. അംഗസംഖ്യയിലെ ഈ ചെറിയ അന്തരം ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും ലീഗ് കോൺഗ്രസിനേക്കാൾ ശക്തമാണെന്നൊരു പ്രചാരണം പുറത്ത് ഉയർന്നു വന്നതും. ഇനി അത് അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസിനുള്ളിലും. കോൺഗ്രസ് പ്രവർത്തനത്തിലൂടെ മതേതര വോട്ടുകൾ ലീഗിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ലീഗ് വോട്ടുകൾ ഇത്തരത്തിൽ കോൺഗ്രസിലേക്ക് എത്തുന്നില്ല എന്നതാണ് ചില കോൺഗ്രസ് നേതാക്കളെ അലട്ടുന്ന വിഷമം. ലീഗിന് കൂടുതൽ സീറ്റ് കിട്ടുമ്പോഴും കോൺഗ്രസിന് കുറവ് സീറ്റ് കിട്ടുമ്പോഴും യഥാർത്ഥത്തിൽ പഴി കിട്ടേണ്ടത് ലീഗിനാണ്, കോൺഗ്രസിനല്ല എന്നാണ് അവരുടെ നിലപാട്. കാരണമുണ്ട്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിലേക്ക് മതേതര വോട്ടുകൾ എത്തിക്കുന്നത് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഘടകകക്ഷി എന്ന ആ മേൽവിലാസം തന്നെയാണ്, മറ്റൊന്നുമില്ല. എന്നാൽ തിരികെ ലീഗ് മത്സരിക്കുന്ന മണ്ഡലങ്ങൾക്കപ്പുറം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മത്സരിക്കുന്ന ആ മണ്ഡലങ്ങളിൽ UDF ബ്ലോക്കിലേക്ക് മുസ്ലിം വോട്ടുകൾ കൊണ്ടെത്തിക്കുന്നതിൽ ലീഗ് ഇപ്പോൾ പരാജയപ്പെട്ടു എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. അതായത് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലീഗിൻ്റെയും മുസ്ലിങ്ങളുടെയും വോട്ട് കൊണ്ട് ജയിക്കുന്നുമില്ല. ഇനിയും എന്തുകൊണ്ട് ലീഗിനെ കോൺഗ്രസ് ഭയപ്പെടുന്നു? ലീഗ് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പക്ഷേ കോൺഗ്രസിന് ഏറെക്കാലം സാധിക്കില്ല എന്നത് തന്നെ. അണികളുടെ വോട്ടർമാരുടെ വികാരം വായിച്ചെടുക്കാൻ കഴിയാതെ പോകുന്ന, രാഷ്ട്രീയത്തിന് അതീതമായ അടിയൊഴുക്കുകൾ തിരിച്ചറിയാത്ത, ഗൗരവകരമായ തന്ത്രങ്ങൾ ഒരുക്കാത്ത തരത്തിൽ കാലഹരണപ്പെട്ടു പോയ ഈ കോൺഗ്രസ് കാലത്തിനൊത്ത് ഇനിയെങ്കിലും ഉയർന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ലീഗാണ്. കോൺഗ്രസ് ഒരിക്കലും മാറില്ലെന്ന്. ഇനി അറിയേണ്ടത് മൂന്നാം സീറ്റിന് പകരം ലീഗിന് ഒരു രാജ്യസഭാ സീറ്റ് നൽകുമോ എന്നാണ്. അല്ലെങ്കിൽ പെട്ടെന്നൊരു ഓപ്ഷനിലേക്ക് ലീഗ് നീങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ലീഗിന്റെ മുകളിൽ ഇരുട്ട് പരന്നുടങ്ങും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.